ഈ 4 പേരും ഇന്നലെ ഇംഗ്ലീഷ് പരീക്ഷ എഴുതി മടങ്ങുമ്പോൾ ഒരു കടയിൽ പോയി ഒരു മിഠായി വാങ്ങിക്കഴിച്ചിരുന്നു. അതായിരുന്നു അവർ ഒരുമിച്ച് പങ്കിട്ട അവസാനത്തെ മധുരം. ഇന്നവർ 4 പുഷ്പചക്രങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ ആ ഓർമ്മയിൽ കണ്ടു നിൽക്കാൻ പോലും കഴിയാതെ വിതുമ്പുന്ന കുടുംബാംഗങ്ങളുണ്ട്, സുഹൃത്തുക്കളുണ്ട്. അത്രമേൽ ചേർത്തു പിടിച്ച കുഞ്ഞുങ്ങളാണ് ഒരുമിച്ച് ഒരേ ഖബറിടത്തിലേക്ക് ഇനി മടങ്ങാൻ പോകുന്നത്. ചില്ലുപെട്ടിക്കുള്ളിൽ ചേതനയേറ്റ് കിടക്കുന്ന ശരീരങ്ങൾ ഒരു നാടിൻ്റെ പൂമ്പാറ്റകളായിരുന്നു. മദ്രസ മുതൽ 8ാം ക്ലാസ് വരെ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ചവർ, ഓർമ്മയിൽ പോലും അത് താങ്ങാനാവാതെ നിൽക്കുന്ന വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ പ്രേക്ഷകർക്ക് കാണാം. തുവാല കൊണ്ട് കണ്ണീരുപ്പിയും വിങ്ങിപ്പൊട്ടിയും ഒരു നാടും സ്കൂളും തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരികൾക്ക് യാത്രാമൊഴി നൽകുകയാണ്. അവർക്കുള്ള ഖബറിടങ്ങൾ ഒഴുകിക്കഴിഞ്ഞു. എങ്ങനെയാണോ മദ്രസയിൽ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് തട്ടമിട്ടു പോയത്, എങ്ങനെയാണോ സ്കൂളുകളിൽ അവർ ഒരുമിച്ച് നടന്നത്, അതേപോലെ ഒരുമിച്ചൊരു മടക്കയാത്ര. ഒരു നാട് ഉള്ളുലഞ്ഞ് 4 പേർക്കും അന്ത്യയാത്രയ്ക്കുള്ള ഖബറിടങ്ങൾ ഒരുക്കിക്കഴിഞ്ഞു. കുപ്പനാട് ജുമാ മസ്ജിദിലാണ് ഖബറിടങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞത്. ഇന്ന് ജുമാ ഉള്ള ദിവസമായതുകൊണ്ട് അതിനു മുൻപ് തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കും. 4 പൂമ്പാറ്റകളും ഓർമ്മയായി മാറും. അതിനു മുൻപ് ഒരു നോക്കു കാണാൻ നിരവധി പേരാണ് ഇപ്പോൾ തുപ്പനാട് കരിമ്പനിക്കലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊപ്പം ദീപക് മലയമ്മയുണ്ട്, സിനോജുണ്ട്, അലി അക്ബർ ഷായുണ്ട്, മുബഷിപ്പി അക്ബറുണ്ട്, അർജുൻ മട്ടന്നൂരുണ്ട്, അഷ്കർ അലിയുണ്ട്, ഇക്ബാൽ അറയ്ക്കലുണ്ട്. അഷ്കറിലേക്ക് ഒന്നുകൂടി മടങ്ങിയാൽ, അഷ്കർ ഇപ്പോൾ വൈദ്യുത വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി, കളക്ടർ, MLA എല്ലാവരും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നാട് മുഴുവൻ ഒരു നാടിൻ്റെ ഓമനകളായിരുന്ന കുഞ്ഞുങ്ങൾക്ക് യാത്രാമൊഴി നൽകാനെത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇനി ഏകദേശം 1-1.25 മണിക്കൂർ കൂടി മാത്രമല്ലേ കരിമ്പനയ്ക്കൽ ഹാളിൽ പൊതുദർശനമുണ്ടാവൂ. അതിനുശേഷം 10 മണിയോടുകൂടി ജുമാ മസ്ജിദിലേക്ക് മാറ്റില്ലേ. ഒരുമിച്ചുള്ള ഖബറിടങ്ങൾ നമ്മൾ പ്രേക്ഷകരെ കാണിക്കുന്നുണ്ട്. എങ്ങനെയാണോ ഇവർ കൈകോർത്ത് നടന്നത് അതേപോലെയുള്ള മടക്കമല്ലേ അഷ്കർ? അരുൺ, കൃത്യം 10 മണിയോടെ തന്നെ ഇവിടെ നിന്നും മൃതദേഹങ്ങൾ തൊട്ടടുത്ത് തന്നെയുള്ള തുപ്പനാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനം. അവിടെ എത്തി ആദ്യം 10 മണിക്ക് തന്നെ മയ്യത്ത് നമസ്കാരം നടക്കും. മയ്യത്ത് നമസ്കാരത്തിന് ശേഷം പള്ളിയോട് ചേർന്ന് തന്നെയുള്ള ഖബർസ്ഥാനിലാണ് ഇവർക്ക് 4 പേർക്കുമുള്ള സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. 4 പേരെയും ഒരുമിച്ച് ഒരേ സ്ഥലത്ത് ഓരോ ഖബറുകളും തൊട്ടടുത്ത് ചേർന്നാണ് ഒരുക്കിയിരിക്കുന്നത്. അഥവാ ജീവിതയാത്രയിൽ മുഴുവൻ ഒരുമിച്ചുണ്ടായിരുന്ന 4 പേരും അവരുടെ അവസാന യാത്രയിലും യാത്രയ്ക്ക് ശേഷവും ഒരുമിച്ച് തന്നെ എന്നുള്ള ഒരു സാഹചര്യമാണ്. അത്തരത്തിലുള്ളൊരു യാത്രയപ്പാണ് ഈ നാട് അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പൊതുദർശനം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മന്ത്രി കെ കൃഷ്ണൻകുട്ടി, പാലക്കാട് ജില്ലയുടെ ചുമതല കൂടിയുള്ള മന്ത്രി കെ കൃഷ്ണൻകുട്ടി സംസ്ഥാന സർക്കാരിന് വേണ്ടി ആദരമർപ്പിച്ചു. ഇതിനോടൊപ്പം തന്നെ ജില്ലാ കളക്ടർ, അതുപോലെ തന്നെ കോങ്ങാട് MLA ശാന്തകുമാരി ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. അതുപോലെ ഇവിടുന്ന് നിരവധി തൊട്ടടുത്ത പഞ്ചായത്തുകളടക്കം തദ്ദേശ പഞ്ചായത്ത് സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളുമെല്ലാം, പഞ്ചായത്ത് പ്രസിഡന്റുമാരും നഗരസഭാ ചെയർമാൻമാർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരുമെല്ലാം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നിരവധി ആളുകൾ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനും തന്നെ മന്ത്രി MP രാജേഷും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളുമൊക്കെ തന്നെ ഇവിടേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ പൊതുദർശനം പുരോഗമിക്കുന്നു. പക്ഷേ ഇവിടുത്തെ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച, ഈ കരിമ്പനക്കൽ ഹാളിൻ്റെ പുറത്ത് വാഹനങ്ങളൊക്കെ നിർത്തിയിടുന്നതിന് വേണ്ടി വലിയൊരു ഗ്രൗണ്ട് ഉണ്ട്. പക്ഷേ ഈ ഗ്രൗണ്ട് മുഴുവൻ നിറഞ്ഞ് കവിഞ്ഞ ആളുകൾ ദേശീയപാതയോരത്തേക്ക് എത്തുന്ന അവസ്ഥയാണ്. അത്രയേറെ നീണ്ട വരികളാണ് ഇപ്പോൾ ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. ആളുകളെ വളരെ വേഗത്തിൽ കടത്തിവിടാനുള്ള ശ്രമമാണ് ഇവിടെയുള്ള വളണ്ടിയേഴ്സും പോലീസും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നിട്ട് പോലും വരി നീണ്ടു പോകുന്നൊരു സാഹചര്യമാണുള്ളത്. അവസാന യാത്രയാക്കാൻ വേണ്ടി ആയിരങ്ങൾ ഈ കരിമ്പനക്കൽ ഹാളിലേക്ക് ഒഴുകിയെത്തുന്നു എന്നുള്ളതാണ്. കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി നൽകിക്കൊണ്ട് ഈ കുടുംബം, ഈ നാടും എല്ലാം ഇവർക്ക് അന്ത്യയാത്രയ്ക്കുള്ള യാത്രാമൊഴി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന